ദൈവാനുഗ്രഹം അല്ലെങ്കിൽ പ്രകൃതിയുടെ വരദാനം വാരിക്കോരി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും നമുക്കൊരു നിമിഷം മൗനമായി നിന്നുകൊണ്ട് നമുക്ക് ഈ ഈ സുദിനം ആസ്വദിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗുഡ്. നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്ത് വാഴണം. കാരണം ഇന്ന് നമ്മുടെ ഈ സൂമിലേക്ക് നമ്മളുമായിട്ട് സംസാരിക്കാൻ വരുന്നത് കരിമല സ്വദേശിയായിട്ടുള്ള പുരുഷോത്തമന്റെ മകൾ നിളയാണ്. നിള എന്ന് പറഞ്ഞാല് നമ്മുടെ സംസ്കാരത്തിന്റെ സൂചനയായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗം കൂടിയാണ് അവരാണ്. കാരണം 396 എന്ന് പറഞ്ഞ ആ എക്സ് ഫാക്ടറിൽ, കാരണം നിള ഒരു എക്സ് ഫാക്ടർ ആണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നിള എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് നൈലാണെന്നല്ല. അപ്പൊ ഈ ഒരു വലിയ ഇതിലേക്ക്, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാമത്തെ തലമുറയിലേക്ക് വരുന്ന ഒരാളായിരിക്കും നിള എന്ന് പറയുന്നത്. കാരണം കേവലം ഒരു 10 വയസ്സുകാരി ആദ്യമായിട്ട്, ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കിട്ടിയ റിസൾട്ട് നമ്മളുമായിട്ട് പങ്കുവെക്കാൻ പോവാണെന്നതാണ്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. അതുകൊണ്ട് ഈ ചരിത്ര മുഹൂർത്തത്തിലേക്ക് നിങ്ങളെയൊക്കെ ആദരവോടുകൂടി തന്നെ ഞാൻ നിളയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഈ ഓൺലൈൻ മീറ്റിംഗിൽ വന്ന എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് നിള. ഞാൻ ബാലുശ്ശേരിയിലെ കരുമലയിലാണ് താമസിക്കുന്നത്. ഈ ബയോട്ടോറിയത്തിന്റെ ഈ മീറ്റിംഗിൽ ഈ ചെറിയ ഞാൻ ഒരു വലിയ റിസൾട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഞാൻ അനുഭവിച്ച ഒരു ആരോഗ്യ പ്രശ്നത്തിന് മാഗ്നറ്റിക് തെറാപ്പിയിലൂടെ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. എനിക്ക് കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധ പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ അമ്മ പറഞ്ഞത് പ്രകാരം എനിക്ക് 1.5 വയസ്സ് മുതലേ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 8-8.5 വർഷത്തോളം ഈ പ്രശ്നത്താൽ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി. ഭക്ഷണം കഴിക്കാനോ പഠിക്കാനോ കളിക്കാനോ എനിക്ക് നേരാവണ്ണം സാധിക്കാതെയായി. വല്ലാതെ ഉറച്ച സ്റ്റൂൾ പുറത്തു പോകാതെ, ഗുദത്തിൽ ഭയങ്കര വേദനയും ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പിന്നീട് MMCയിലും തുടർച്ചയായി പോയിക്കൊണ്ടിരുന്നു. ഡോക്ടർമാർ പറഞ്ഞ പ്രകാരം എല്ലാം ചെയ്തു. പക്ഷെ ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് എന്റെ അച്ഛന്റെ ഒരു ആരോഗ്യ പ്രശ്നത്തിന് മാഗ്നറ്റിക് തെറാപ്പിയെ ആശ്രയിക്കേണ്ടി വന്നത്. ഇതിനൊരു മാഗ്നറ്റൈസർ വാട്ടർ ഉണ്ടല്ലോ. അച്ഛനൊപ്പം ഞാനും അമ്മയും ഈ കാന്തിക വെള്ളം തന്നെയായിരുന്നു കുടിച്ചത്. അച്ഛൻ ഉപയോഗിക്കാതെ മാറ്റിവെച്ച ഒരു ബ്രേസ്ലെറ്റർ ഞാൻ കയ്യിൽ എടുത്തിട്ടു. ഇതിന്റെ ഗുണമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. വെറും ഒരു കൗതുകം. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഇപ്പോൾ ഒരു 3 മാസമായി ഞാൻ വളരെ സന്തോഷവതിയാണ്. അതെ, വർഷങ്ങളായി എനിക്കുണ്ടായിരുന്ന കോൺസ്റ്റിപ്പേഷൻ പ്രശ്നത്തിന് മാഗ്നറ്റിക് തെറാപ്പിയിലൂടെ എനിക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 10 വയസ്സ്. ഞാൻ ബാലുശ്ശേരി തേനാക്കുഴിയിലെ SMMUP സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ ഞാൻ എല്ലാം ഉന്മേഷത്തോടെ ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാനും
പഠിക്കാനും കളിക്കാനും നന്നായി സാധിക്കുന്നു. ഇതെല്ലാം എനിക്ക് സാധിച്ചത് മാഗ്നറ്റിക് തെറാപ്പിയിലൂടെയാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ഈ വർഷം എനിക്ക് LSS കിട്ടിയിരിക്കുന്നു. എനിക്ക് തുണയായ ഈ ബയോട്ടോറിയത്തിനും പിന്നെ ഞാൻ നേരിൽ കണ്ടിട്ടില്ലാത്ത ഡോക്ടർ സാഗർ ജോഷി സാറിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 പേരും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. ഞങ്ങൾ 3 പേർക്കും നല്ല റിസൾട്ടും കിട്ടിയിരിക്കുന്നു. പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളോട് പറയുക, ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിത്തരണമെന്ന്. പിന്നെ രക്ഷിതാക്കൾ കുട്ടികൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുക്കുക. മറ്റൊന്ന് മൊബൈൽ ഫോണിന്റെ കാര്യമാണ്. മൊബൈൽ ഫോണിന്റെ റേഡിയേഷനെ തടയാൻ ഈ കാന്തത്തിന് കഴിയും. എങ്കിലും ചെറിയ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ തകരാറുണ്ടാകും. ബുദ്ധിക്കുറവ്, പഠനത്തെ ശ്രദ്ധിക്കാനൊന്നും കഴിയില്ല. ഇപ്പോൾ പുതിയ പഠനപ്രകാരം 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ വലിയ തകരാറുകൾ ഉണ്ടാകും. ധൈര്യക്കുറവ്, അക്രമവാസന എന്നിങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകും. 1,00,000 കുട്ടികളിൽ നടത്തിയ പഠനപ്രകാരമാണ് ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത്. ഞാൻ 2 ദിവസം മുമ്പേ ഒരു സ്വപ്നം കണ്ടു. അതായത് ഈ ബയോട്ടോറിയത്തിന്റെ ടീം ചന്ദ്രനിലേക്ക് പോകുന്നത്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അവിടെ എത്തിയതും മിനീഷ് സാർ നൃത്തം വെച്ചു. പിന്നെ അവിടെ ഇരുന്ന് ഗവേഷണങ്ങൾ നടത്തി. നല്ല രസമായിരുന്നു. ഉറക്കമുണർന്നതും ഞാൻ വളരെ നിരാശയായി. എങ്കിലും ഈ ബയോട്ടോറിയത്തിന്റെ യശസ് ആകാശത്തോളം ഉയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. മാഷെ ഓക്കെ ആണോ? താങ്ക് യു മോളെ, വളരെ സന്തോഷം. കാരണം കേവലം ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം നമ്മുടെ കമ്പനി ഇറക്കിയിരിക്കുന്ന ഒരു റിസ്റ്റ് ബാൻഡ്, കാന്തം ഉണ്ടായിരുന്ന ആ ഒരു റിസ്റ്റ് ബാൻഡ് കൗതുകത്തിന് ധരിക്കുകയും അങ്ങനെ ഈ വെള്ളം കുടിക്കുകയും ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ് മോള് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ മലബന്ധത്തെ കുറിച്ചിട്ട് പുരുഷോത്തമൻ പറഞ്ഞ അനുഭവങ്ങളുണ്ട് എന്റെ മനസ്സിൽ. കാരണം എന്ന് പറഞ്ഞാല് മോളെ 2-3 ദിവസം ആഴ്ചയിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ചിട്ട് മലം കട്ട് ചെയ്ത് എടുക്കുകയും ചെയ്തിട്ടുള്ള പ്രയാസങ്ങള്, അതുപോലെ തന്നെ വർഷങ്ങളോളം ഈ അനുഭവങ്ങൾ നിൽക്കുകയും പണിക്ക് പോകാതെ എന്ത് ചെയ്ത് മകളെ ഇങ്ങനെ കവച്ച് കക്കൂസിൽ നിർത്തിയിട്ട് വേദന കൊണ്ട് പൊളയുന്ന ആ മകളെ കയ്യും പിടിച്ചിട്ട് വിറച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനൊക്കെ തന്നെ എന്റെ മനസ്സിൽ അറിയാതെ വന്നു പോവാണ്. കാരണം അത്രയും പ്രയാസമായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്താല് നമ്മുടെ ഇവിടെയുള്ള ഉള്ളിയേരിയുള്ള മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഒരു ദിവസം. അവിടെ വെച്ചിട്ട് അവിടുന്ന് ഒരു ഗുളിക എഴുതി കൊടുക്കുകയാണ്. ഇത് ഗുദത്തിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്താല് പിറ്റേന്ന് എന്ത് ചെയ്താൽ അത് ശരിയായ രീതിയിൽ പോവില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ എന്ത് ചെയ്താൽ ഈ ഗുളിക എന്ത് ചെയ്താല് ഫ്രിഡ്ജിൽ കൊണ്ടാക്കണം. ആ വീട്ടിലാണെങ്കിൽ ഫ്രിഡ്ജ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇത് ജോലിയായി മാറി എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വളരെ അവിചാരിതമായിട്ട് എന്ത് ചെയ്ത് ഈ പ്രൊഡക്റ്റ് ഉപയോഗത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നതെന്നാണ്. കാരണം ഇതൊരു പ്രകൃതിയുടെ ഒരു തെരഞ്ഞെടുപ്പായിരിക്കാം. കാരണം പുരുഷോത്തമൻ എന്ന് പറയുന്ന ആളെ, കാരണം നിസ്വാർത്ഥ സേവകനായിട്ട് സമൂഹത്തിലെ സ്വർഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ആളുകളായിരുന്നു എന്നതാണ്.
കാരണം സമൂഹത്തിന് ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്താൻ ആർക്കും പറ്റും. നമ്മളൊരു പൊങ്ങ് തടി പോലെ അതിന് മുകളിൽ കടന്നു കൊടുത്താല് നമ്മളെ ഈ നദി കൊണ്ടുപോയി കൊടുന്നില്ലാണ്. പക്ഷേ സമൂഹത്തിന് എതിരായിട്ട് നീങ്ങിയിട്ട് സമൂഹത്തിൽ ഒരു പരിവർത്തനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമകരമായ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പുരുഷോത്തമൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിന്റെ മകള് ഇപ്പോ നമുക്കൊരു പാട്ട് കൂടി പാടിത്തരുന്നതാണ്. കാരണം പുരുഷോത്തമൻ എഴുതി എന്താണ് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു പാട്ട് കൂടി മകള് ഈ അവസരത്തില് നമുക്ക് വേണ്ടി പാടണമെന്ന് അപേക്ഷിക്കുകയാണ്. ഓക്കെ. മാലേ കുളിരടിയും ധനുമാസ ചന്ദ്രിക നീരാട്ടിനിറങ്ങും ഇളാകുളിനം. മാലേ കുളിരണിയും ധനുമാസ ചന്ദ്രിക നീരാട്ടിനിറങ്ങും ഇളാകുളിനം. കുയിലുകൾ പാടും തിരുവാതിരപ്പാട്ടിൽ കൈരളി തൻ നടനവേദിയായി. കൈരളി തൻ നടനവേദിയായി. മാലേ കുളിരണിയും ധനുമാസ ചന്ദ്രിക നീരാട്ടിനിറങ്ങും നിളാകുളിനം. കുഞ്ചന്റെ തുള്ളലും പുള്ളുവനാദവും കേരകേധാരനാടിൻ പദതാളമായി. കുഞ്ചന്റെ തുള്ളലും പുള്ളുവനാദവും കേരകേദാരനാടിൻ പദതാളമായി. മേഘം പന്തലൊരുക്കി പേരാർത്തിരയിളക്കി. മേഘം പന്തലൊരുക്കി പേരാർത്തിരയിളക്കി. കഥകളിയാട്ടമാടി രാവിൽ താരകങ്ങൾ. മാലേ കുളിരണിയും ധനുമാസ ചന്ദ്രിക നീരാട്ടിനിറങ്ങും നിളാകുളിനം. കാറ്റിന്റെ ചുണ്ടിലെ പൂവിളീണത്തിൽ കതിരണിത്താരുകൾ ലാസ്യനൃത്തമാടി. കാറ്റിന്റെ ചുണ്ടിലെ പൂവിളീണത്തിൽ കതിരണിത്താരുകൾ ലാസ്യനൃത്തമാടി. തുഞ്ചന്റെ ശാരിക പാടി. പുലരിതൻ കാതിൽ കഥാമൃതം. തുഞ്ചന്റെ ശാരിക പാടി. പുലരിതൻ കാതിൽ കഥാമൃതം. കാവ്യകേളി ഗൃഹമായി മലയാളം. മാലേ കുളിരണിയും ധനുമാസ ചന്ദ്രിക നീരാട്ടിനിറങ്ങും നിളാകുളിനം. മാലേ കുളിരണിയും ധനുമാസ ചന്ദ്രിക നീരാട്ടിനിറങ്ങും നിളാകുളിനം. കുയിലുകൾ പാടും തിരുവാതിരപ്പാട്ടിൽ കൈരളി തൻ നടനവേദിയായി. കൈരളി തൻ നടനവേദിയായി.
യു മോളെ, താങ്ക് യു വെരി മച്ച്. താങ്ക് അപ്പം ലോകത്തിന്റെ നെറുകയിലേക്ക് നമ്മുടെ ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ മോള് എത്തിച്ചിരിക്കുകയാണ്. നന്ദി. അത് വളരെ സന്തോഷം. പിന്നെ ഞാനിന്ന് ഡോക്ടർ ജെയ്സൺ ഫങ്കിന്റെ എന്താണ് ജീവിതശൈലി രോഗത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷെ ഞാനത് നാളത്തേക്ക് മാറ്റുകയാണ്. അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ മോളെ ഈ അവതരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ അകത്ത് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഡോക്ടർ ഷാജി സാറിനെ, അതുപോലെ തന്നെ ഓരോരുത്തരെയും നീ പറഞ്ഞാൽ നമ്മുടെ സുമേഷ് ഡോക്ടറൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്, രമേശ് സാറിന്റെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ തന്നെ നീ പറഞ്ഞാല് ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് ഓരോരുത്തരായി. ഗുഡ് മോർണിംഗ് എവരിബഡി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനിന്ന് കിടന്നുകൊണ്ടാണ് ഇത് കണ്ടത്. കൊച്ചുമോള് ഇത് പറയുമ്പോളെ എൻ്റെ ഹൃദയവും ശരീരവും എല്ലാം കോരിത്തരിച്ചു പോയി. കാരണം ഈ മാറ്റത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ചന്ദ്രൻ സാറിന് അതിനെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നത് ചന്ദ്രൻ സാറിന്റെ കൊടുത്ത പ്രൊഡക്റ്റ് ആണോ ഈ റിസൾട്ട് കിട്ടിയത്? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. കാരണം അത് എനിക്ക് ഇതിപ്പോ കേട്ടപ്പോളെ എനിക്കൊരു സംശയം വന്നത്, എന്തുകൊണ്ട് ഈ മോക്ക് ആ ഫുൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കൊടുത്തില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മുടെ ആദ്യമേ ഇറങ്ങിയ ആ ബ്രേസ്ലെറ്റ് മാത്രം കൊടുത്താൽ അത് പൂർണ്ണമായിട്ട് അത് ശരിയാകുമോ എന്ന് എനിക്ക് തോന്നില്ല. കാരണം അത് വലിയ ഹോസ് പവർ ഉള്ളതല്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് മോള് പറഞ്ഞില്ല. മോള് ബ്രേസ്ലെറ്റ് ഉപയോഗിക്കുന്നു, വെള്ളം കുടിക്കുന്നു മാത്രമേ ഞാൻ കേട്ടുള്ളൂ. പിന്നെ ഈ മാട്രസ് ഉപയോഗിക്കുന്നോ അല്ലെങ്കിൽ നമ്മള് റെസ്റ്റ് ബാൻഡ് കിട്ടുന്നുണ്ടോ എന്നൊന്നും ഇപ്പൊ മോള് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു മിറക്കിൾ റിസൾട്ടാണ്. അത്രയും ചെയ്തുകൊണ്ട് തന്നെ അത് കോൺസ്റ്റിപ്പേഷൻ നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ഡിസോർഡർ ആകുമ്പോഴാണ് കോൺസ്റ്റിപ്പേഷൻ വരുന്നത്. തീർച്ചയായിട്ടും കോൺസ്റ്റിപ്പേഷൻ വന്ന ഒരുത്തന്നെ പിന്നെ സൂയിസൈഡ് തന്നെ ചെയ്തവരുണ്ട്. കാരണം മലബന്ധം എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഹോൾ ബോഡിയെ തകരാറിലാക്കുന്ന ഒരു സംഭവം മലബന്ധം. കാരണം ഞാനത് അനുഭവിച്ചതാ. കാരണം ഞാൻ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ എൻ്റെ മലമ്പൂവത്തില് എന്നും ഞാൻ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ പ്രകൃതി ഈസ്റ്റയുടെ ഒരു എനിമ ക്യാൻ ഉണ്ട്. അത് സിറിഞ്ച് അകത്തോട്ട് കയറ്റി ഒരു കൈ കൊണ്ട് വെള്ളം പൊക്കി പിടിച്ച് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ 2-3 പുഴുക്ക പോകും. അതായിരുന്നു എൻ്റെ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് വലിയൊരു അട്രാക്ഷൻ തോന്നിയത്. അപ്പൊ അത് ഞാൻ ഈ ബയോമാഗ്നറ്റിക് തെറാപ്പി ചെയ്ത ഒരു 10-15 ദിവസം കഴിഞ്ഞുകൊണ്ട് എൻ്റെ മലബന്ധനം കറക്റ്റായി. ഇപ്പൊ ഞാൻ ദൈവത്തിന്റെ കൃപയാല് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ അത് പോകും. അതെൻ്റെ ആ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചാണ് മലബന്ധം. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും ഒരു മലബന്ധം വലിയൊരു പ്രശ്നമായ ഒരു കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും മോടെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും നേരിട്ട് കേൾക്കാൻ സാധിച്ചു. തന്നെയുമല്ല ഈ വീഡിയോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും മോക്ക് ഈ ബയോട്ടോറിയത്തിൻ്റെ അകത്ത് ഇപ്പം തന്നെ ഒരു പേര് കിട്ടി, ഒരു ഈ ബയോട്ടോറിയം ബേബി. അപ്പൊ ഈ ബേബിയിൽ കൂടെ ഒരുപാട് പേര് നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഉപഭോക്താക്കളാക്കി തീരട്ടെ, ആരോഗ്യം വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് എല്ലാവിധ നന്മയും ദൈവം തരും. തീർച്ച. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഞാൻ രമേശ് മാഷാണ്. ഞാൻ വളരെ ആസ്വദിച്ച ഒരു അധ്യാപകന്റെ മനസ്സിൽ വെച്ചിട്ട് ആ കുട്ടിയെ കാണുകയായിരുന്നു. മോളെ കണ്ടിട്ടില്ല, പക്ഷെ മോളെ അച്ഛൻ 2 ദിവസത്തെ ഞങ്ങളുടെ ക്യാമ്പിൽ പങ്കെടുത്തതാണ്. തീർച്ചയായിട്ടും മോളെ കാണാൻ ഞാൻ വരുന്നുണ്ട്. ഒരു കാര്യം എന്താന്ന് വെച്ചാല് കണ്ടിട്ടുണ്ട്. ശരി ശരി. ഓക്കെ. എനിക്ക് പെട്ടെന്ന് ഓക്കെ. അന്ന് അധികം സംസാരിച്ചില്ല. അല്ലെ മോളുടെ പേരൊക്കെ ഞാൻ ചോദിച്ചു. ഓക്കെ. താങ്ക് യു. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് രാജു സാർ പറഞ്ഞ പോലെ ഇതിനൊരു മെഡിക്കൽ ആസ്പെക്ട് അതൊക്കെ വളരെ ഗൗരവമായ കാര്യമാണ്, നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരാൻ പോകുന്നത് കോൺസ്റ്റിപ്പേഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു വലിയ റിസൾട്ടാണ് മോള് അവിടെ ഷെയർ ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ആ മോളുടെ എനർജിയാണ് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത്. ഞാൻ കുറച്ചുകൂടെ എനർജിയെ കുറിച്ച് അത് വളരെ ഒരു ഈ സൂമിൽ പോലും സൂമിൽ പറയുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് വേണം. ഒരു മടിയില്ലാതെ തന്റെ ആശയങ്ങളെ വളരെ ഗൗരവമായി വളരെ എബ്രിജ് ആയിട്ട് തന്നെ അത് പറയാൻ ബാധിച്ചുള്ള മോക്ക് ഒരു ഉമ്മ അവിടെ വന്നൊരു കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും തരും. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് രാജു സാറൊക്കെ പറഞ്ഞ പോലെ ഈ അറിവ്
നമ്മുടെ സമൂഹത്തിൽ എത്തുന്നില്ല എന്നുള്ളതിലാണ് കഷ്ടം. കാരണം ഇന്ന് ഇതെന്തോ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട പോലെ വരുന്നതിന് പകരം ഒരു മാർക്കറ്റിൽ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങുകൾ വളരെ ഇത് റെക്കോർഡ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു പ്രൊഡ്യൂസ് ഇൻ ദ വീഡിയോസ്. മറ്റൊന്ന് മോളുടെ ഗാനം വളരെ സന്തോഷിച്ചു. പിന്നെ രാവിലത്തെ ഈ പ്രഭാതത്തെ ഏറെ മനോഹരമാക്കുന്ന വിധത്തിൽ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. കുടുംബത്തിന് നന്ദി, അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ ചന്ദ്രമാഷ്ക്ക് നന്ദി. രാജു സാറ് പറഞ്ഞ പോലെ, ഡോക്ടർ രാജു സാറ് പറഞ്ഞ പോലെ ഈ ബയോട്ടോറിയം ബേബി എന്നത് ചെറിയൊരു മാറ്റം കുറച്ചും കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് ഈ ബയോട്ടോറിയം പ്രിൻസസ് എന്നാക്കാൻ ഞാൻ കുറച്ചുകൂടെ അതിനെ ആഡ് ഓൺ ചെയ്യുന്നു. മോളെ പോലുള്ള കുട്ടികളാണ് നമുക്ക് ആവശ്യം. തീർച്ചയായിട്ടും താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സാർ. കാരണം ഈ കൈവരി വെച്ചിട്ടുള്ള ആ മീറ്റിംഗില് രമേശ് സാറ് ആദ്യമായിട്ട് ഈ കുട്ടീനെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് മോൾ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനൊരു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നോളെ. ഓക്കെ റൈറ്റ്. ഓക്കെ, അടുത്തത് താങ്കളെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്കള് പോകുന്നതും അവിടെ നിലയോടൊപ്പം സഞ്ചരിക്കുന്നതൊക്കെ തന്നെ സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാണ്. താങ്ക് യു. ഏതായാലും ചന്ദ്രനിലേക്ക് എത്താൻ തീരുമാനിച്ചു. ഗ്രേറ്റ്. ഏതായാലും നിങ്ങൾ ആരും പോയിട്ടില്ലേ, മോളെ കൂടെ ഞാനുണ്ടായിരുന്നു. നില താങ്ക് യു, ഒരുപാട് നന്ദി. കാരണം ഈ എക്സ്പീരിയൻസ് ഒരുപാട് പേരൻസിന് റിലീഫ് ആവുന്ന തരത്തില്, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് റിലീഫ് കിട്ടും. ഒരുപാട് കുട്ടികളുണ്ട് ഈ കോൺസ്റ്റിപ്പേഷൻ കൊണ്ടുള്ളത്. അപ്പോ അവർക്കൊക്കെ ഒരു പ്രചോദനമാകട്ടെ. മോള് നന്നായിട്ട് പഠിച്ച് പറയാ അന്ന് അവിടുന്ന് ആഗ്രഹം പറഞ്ഞ പോലെ ഏറ്റവും നല്ല ഒരു ഡോക്ടർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ടാവും. താങ്ക് യു. നിലാന്തി എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ആദ്യം കൗതുകത്തിനാണ് ഉപയോഗിച്ചതെങ്കിലും അതിൽ മാറ്റം വന്നു തുടങ്ങിയപ്പോ പുരുഷോത്തമൻ ചെയ്തത് 22,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് മോൾക്കും കൂടി അത് എല്ലാ പ്രൊഡക്റ്റുകളും ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഇന്ന് ആ കുടുംബത്തിന് കിട്ടിയ റിസൾട്ട് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ചുറ്റുപാടും എന്ത് ചെയ്ത് പുരുഷോത്തമന് ഈ ഒരു ഇതിലേക്ക് നിൽക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഒരുപടി റിസൾട്ടുകൾ എന്ന് പറഞ്ഞാല് 38 വർഷത്തോളം എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഉള്ള ഒരു സ്ത്രീ അവിടെ എന്ത് ചെയ്യുന്ന ശരീരം മുഴുവൻ എന്ത് ചെയ്ത് പഴുത്ത് പൊട്ടി ഒലിച്ചിട്ട് ദുർഗന്ധം വരെ വന്നിരിക്കുന്ന ആ സ്ത്രീ ഏകദേശം 35 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ട് മാറാത്തൊരു അസുഖം എന്ത് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് മാറിയ ഒരു അവസ്ഥ പുരുഷോത്തമൻ കൊടുത്തിട്ടുണ്ടായിട്ടുണ്ടെന്നതാണ്. അത്രയും മിറാക്കിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇനി മറ്റ് ആളുകൾക്ക് ഞാൻ ഈ സമയം എടുക്കുന്നില്ല, ഓരോരുത്തർക്കും പറയാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും പേരെടുത്ത് ക്ഷണിക്കുന്നില്ല, എല്ലാവരെയും സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഞാന് ആനി റോബർട്ട് ആണ്. എനിക്ക് നിളമോളുടെ ഈ അനുഭവം കേട്ടപ്പോ എന്റെ മകളുടെ മകൻ അതുപോലെ തന്നെ കഴിഞ്ഞ വെക്കേഷനില് 2 മാസം എന്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ 5 പേര് ഉപയോഗിക്കുന്നുണ്ട് ഈ ബെഡും ഈ പ്രൊഡക്റ്റ് എല്ലാം. അപ്പൊ ഈ വെള്ളം 2 കുപ്പിയിൽ എപ്പോഴും ഡെയിലി ദിവസം വെള്ളം കുടിക്കാറുണ്ട് ഞങ്ങൾ എല്ലാവരും. അപ്പൊ ഈ കുപ്പിന്ന് വെള്ളം മകൻ അടുക്കളയിൽ പോയി കുടിക്കാൻ മടിച്ചിട്ട് ഈ വെള്ളം അവൻ ഡെയിലി കുടിക്കും. 2 മാസവും ഇവിടെ തന്നെയാണ് ഉണ്ടായത്. അപ്പൊ അവന്റെ കാലിന്റെ അടിയിൽ ഇങ്ങനെ തൊലി പൊട്ടുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോ ഡോക്ടർ പറയും മണ്ണില് കളിക്കരുത്, ഓടരുത്, ചാടരുത്, ഇങ്ങനെ പറയും. കുട്ടി എന്നിട്ട് എപ്പോഴും സോക്സ് ഒക്കെ ഇട്ടിട്ടാണ് അവൻ മുറ്റത്തേക്കൊക്കെ ഇറങ്ങുക. തൊലി പൊട്ടിയിട്ട് ഒരു നീരൊക്കെ ഇങ്ങനെ വരും. അങ്ങനെ ഭയങ്കര പ്രയാസം, കാണുമ്പോ തന്നെ ഒരു വിഷമമാണ്. കുറെ ഓയിൽമെന്റും കുറെ സ്കിന്നിന്റെ ഡോക്ടറൊക്കെ കാണിച്ച്. അപ്പൊ അവനോട് ഞാൻ അങ്ങനെ പറഞ്ഞമ്മോ ഈ ദിവസം ഈ വെള്ളം കുടിച്ചു നോക്ക്. അപ്പൊ അവര് എന്ത് പറയുന്ന 2 ആഴ്ച കഴിഞ്ഞപ്പോ തന്നെ അവൻ ആ തൊലിയൊക്കെ ഒരു ചുരുങ്ങി നീരൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു മോൻ ആ കാല് വെള്ളം കൊണ്ട് മോൻ രാത്രി കഴുകി നോക്കുന്നു. അങ്ങനെ ഡെയിലി രാത്രി കഴുകി നല്ല രീതിയിൽ അവൻ 2 മാസം ഇവിടെ നിന്ന ആ സമയം തന്നെ അവന്റെ കാലിന്റെ അടി തൊലിയൊക്കെ ഉണങ്ങി നല്ല രീതിയിൽ ആ തൊലി എന്താ പറയാ സാധാരണ ഒരു കാലിന്റെ ആ തൊലി മാതിരി ശരിയായ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടി. ഇന്ന് അവര് അച്ഛനും അമ്മയും മകനും അവന് 15-ാമത്തെ വയസ്സ് SLCക്ക് പഠിക്കുന്നത്.
അവനിപ്പോ 15 വയസ്സുണ്ട്. അവനിപ്പോ നല്ല രീതിയിൽ അത് ഉപയോഗിച്ചിട്ട് ആ കാലിന്റെ അടിയൊക്കെ സാധാ സ്കിന്ന് പോലെയായി. ഇന്നിപ്പോ അവര് വെള്ളവും ഉപയോഗിക്കുന്നുണ്ട്, ആ ബെഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മോളുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് എന്റെ മകളുടെ മകനെ ആണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് ഇത് നല്ലൊരു മിറക്കിളായിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അവൻ വെള്ളം മാത്രം കുടിച്ചിട്ടുള്ളൂ, അതിലാണ് ഇത്രയും റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ട് ഭയങ്കര ബിഗ് താങ്ക്സ് ആണ്. ഇന്ന് ഞങ്ങളെ വീട്ടിലെല്ലാരും 5 പേര് ഉപയോഗിക്കുന്നുണ്ട്. എനിക്കും നല്ലൊരു റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ഗുളികകളൊന്നും കഴിക്കില്ല, 7 വീതം ഗുളിക കഴിച്ച ആളാണ്. ഇന്നിപ്പോ എല്ലാം മാറി. ഇന്ന് ഞാൻ ഇത്രയും ആരോഗ്യത്തോടെ നല്ല രീതിയിൽ ഞാൻ നടക്കുന്നത്. അതുകൊണ്ട് ഇത് വലിയൊരു എന്താ പറയാ, ദൈവത്തിന്റെ കൈപുണ്യം എന്നാ പറഞ്ഞ മാതിരി തന്നെ വലിയൊരു റിസൾട്ട് കിട്ടിയൊരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ബിഗ് സല്യൂട്ട്. താങ്ക് യു. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മോളു. നീല നല്ല റിസൾട്ട് ഷെയറിംഗ് ആയിരുന്നു. പിന്നെ ഇത്രയും ചെറിയ മോളായിട്ട് പറഞ്ഞ് ധൈര്യമായി പറഞ്ഞല്ലോ. സാധാരണ കുട്ടികളൊന്നും ഈ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ പറഞ്ഞാൽ തന്നെ മടി കാണിക്കുകയാണ്. പക്ഷെ ആന്റിയുടെ മോളും ഇതുപോലെ മോളെ പോലെ തന്നെ കൃത്യമായി പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. കുറെ റിസൾട്ട് ഒക്കെ കിട്ടിയിരുന്നു. രണ്ട് പ്രാവശ്യമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയറിംഗിൽ അവളെ ഞാൻ കൊണ്ടുവന്നിരുന്നു. അവർക്ക് ഒരു മടിയില്ലാതെ എല്ലാ കിട്ടിയ റിസൾട്ട് ഒക്കെ വിളിച്ചു പറയുമായിരുന്നു. അപ്പം അത് എക്സ്പീരിയൻസ് ഷെയറിംഗിനായിരുന്നു വന്നത്. അപ്പൊ ഇന്നിപ്പോ മോളി രാവിലെ എണീച്ച് ഈ ഒരു സെഷനിൽ പറയാനുള്ള ആ ഒരു ചങ്കൂറ്റം കാണിച്ചല്ലോ. അപ്പൊ മോൾക്ക് ഇഷ്ടംപോലെ ആളുകളുടെ പിന്നെ ഇത് കിട്ടിയല്ലോ, ഒപ്പീനിയൻ. എന്താ മോൾ ക്ലാസ്സിൽ എടുത്തത് കൊണ്ട് മോക്ക് ഒരുപാട് അഭിവാദ്യങ്ങൾ. അതുപോലെ എന്റെ മോള് 2 പ്രാവശ്യം എക്സ്പീരിയൻസ് ഷെയറിംഗ് ചെയ്ത സമയത്ത് ആരും ഒന്നും ചാറ്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ കൂടെ അവൾ അറിയുന്നില്ല. അപ്പൊ കഴിഞ്ഞപ്പോ എന്നോട് ചോദിക്കുന്നത് ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ എക്സ്പീരിയൻസ് ഷെയറിംഗ് ചെയ്തപ്പോ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ മനോജ് സാർ എന്നെ പേഴ്സണലി ഒരു ഓഡിയോ അയച്ചിരുന്നു, മോളോട് പറയണം എക്സ്പീരിയൻസ് ഷെയറിംഗ് നന്നായിരുന്നു. അത് കുട്ടിയൊക്കെ കേൾക്കാൻ നല്ല ആഗ്രഹം ഉണ്ടാവുമല്ലോ. സോ ഞാനിപ്പോ എന്റെ മോളോട് ഇപ്പൊ പറയായിരുന്നു, മോള് അങ്ങനെ ആളുകളുടെ ഇത് കേൾക്കണമെങ്കിൽ നീ ഇതുപോലെ രാവിലത്തെ സെഷനിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. അപ്പോഴാണ് നിനക്ക് ആളുകളുടെ പിന്നെ ഇത് എന്താ പറയാ അഭിപ്രായങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ഇപ്പൊ പറയായിരുന്നു അവളോട്. അവൾ പറഞ്ഞ എന്തായാലും ഒരു ദിവസം രാവിലെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വരാൻ. താങ്ക് യു സാർ. ഏതായാലും 7 മണിയോട് അടുക്കുകയാണ്. നമുക്ക് ഇതിന്റെ ബാക്കി പത്രം പിന്നീടൊക്കെ ആകാം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറെ, കാരണം ഏതാണ്ട് ഒരു 10 മാസം കൊണ്ട് 1 കോടി രൂപ നേടി നമ്മളിലേക്ക് ഒരു മാർഗദർശിയായി വന്നിരിക്കുന്ന മനോജ് സാറെ ഞാൻ ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒക്കെ സ്നേഹാദവരോടുകൂടി ക്ഷണിക്കുകയാണ്. പ്ലീസ് മനോജ് സാർ. ഗുഡ് മോർണിംഗ് ചന്ദ്ര സാർ. എന്തായാലും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിളമോളുടെ ഈ റിസൾട്ട് എല്ലാവരെയും ഒന്നുകൂടി ചിന്തിപ്പിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം ചന്ദ്രമാഷനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി റിസൾട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ പുരുഷോത്തമൻ സാറുടെ മകളാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കുട്ടിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് ത്വര അറിയാനുള്ള ത്വര കൊണ്ട് ഞാൻ ചന്ദ്രമാഷോട് ചോദിച്ചിരുന്നു. അപ്പൊ തന്നെ എനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലായിരുന്നു എന്നുള്ളതാണ്. അതായത് മലബന്ധം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അത് ചെറിയൊരു കുട്ടി 1.5 വയസ്സ് മുതൽ അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയേക്കാൾ രക്ഷിതാക്കളുടെ മനോവിഷമം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ കുട്ടിയെ കൊണ്ട് ബാത്റൂമിലേക്ക് പോകുന്നതിന് പകരം ഹോസ്പിറ്റലുകളിലേക്കാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. അതെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പ്രാഥമിക കർമ്മം എന്ന് പറഞ്ഞാൽ ദിവസേന നിർവഹിക്കേണ്ട കർമ്മമാണ്. അത് ചെയ്യാൻ പറ്റാതെ വേദന കൊണ്ട് പൊളയുന്ന ഒരു മകളെയുമായിട്ട് ഒരു അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുക, മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ മറ്റുള്ള സ്പെഷ്യലാലിറ്റിയുള്ള ഹോസ്പിറ്റലൊക്കെ ചെന്നിട്ട് തൻ്റെ കുട്ടിയെയും കൊണ്ട് അവിടെ ഇരുന്ന് ആ കുടുംബം, ആ അച്ഛനും അമ്മയും അനുഭവിച്ച വേദന എത്രമാത്രം ഉണ്ടാകുന്നതാണ് നമ്മൾ തിരിച്ചറിയണം. അതിനൊരു റെമഡി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡേൺ സയൻസിന് സാധിച്ചില്ല എന്നുള്ളത്. ഇപ്പോ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയും ഇവിടെ ചന്ദ്രമാഷ് വിവരിച്ചതുപോലെ ആ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുത്ത് കളയുന്ന രീതിയിലേക്ക്, വേദന കൊണ്ട് പൊളയുന്ന രീതിയിലേക്ക്, അത്രയും വേദന ജീവിതത്തിൽ ഈ 10 വയസ്സുകൊണ്ട് ഇത്രയും വേദന അനുഭവിച്ച കുട്ടി ഈ ലോകത്ത് തന്നെ ഉണ്ടാവുന്ന എനിക്ക് എന്റെ സീരിയസ്നെസ് അത്രയും ഇവിടെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ദൈവം പുരുഷോത്തമൻ സാറെ കുറിച്ച് എല്ലാവർക്കും അറിയാം.
അദ്ദേഹം ഫൈറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാമിൽ വെച്ച് വിനീഷ് സാറൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രമാഷും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വെല്ലുവിളിച്ചുകൊണ്ട് മാഗ്നറ്റിസത്തിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് കടന്നു വന്നത്. ഡൗട്ടായിരുന്നു അദ്ദേഹത്തിന് കൂടുതലും. പക്ഷെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തപ്പോ അദ്ദേഹം ഇത് വാങ്ങാനും ഉപയോഗിക്കാനും തുടങ്ങിയപ്പോ വലിയ അത്ഭുതം ഈ പ്രകൃതി ശക്തി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ റിസൾട്ട് നമ്മൾ നിരവധി തവണ കേട്ടതാണ്. സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു പാട്ടുകാരന്റെ മനോവേദന എത്രയുണ്ടാകും നമുക്ക് ചിന്തിക്കാൻ പറ്റും. സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു പാട്ടുകാരൻ അല്ലെ, സംസാരശേഷി തിരിച്ചു കിട്ടിയപ്പോ അദ്ദേഹത്തിനുണ്ടായ ആഹ്ലാദം എത്രമാത്രമായിരിക്കും. അതുപോലെ തന്നെ തൈറോയിഡ് കൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് വേദനിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് മറ്റു പല ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ഇതിനെ ഒരു എന്താ പറയാ, ഒരു പ്രതീക്ഷയോടെ ഒന്നും അല്ല അദ്ദേഹം ഏറ്റെടുത്തത്. ഒരു വെല്ലുവിളി പോലെ ഇത് എന്താണ് നോക്കാം, ഒരു വാശിയോടുകൂടി ഏറ്റെടുത്തിട്ട് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. റിസൾട്ട് കിട്ടാതിരിക്കാനാണ് അദ്ദേഹം പരമാവധി ഉപയോഗിച്ചതെന്നാണ് ഞാൻ കേട്ടത്. എന്നിട്ട് വേണം നമുക്ക് ചന്ദ്രമാഷെ തലയിലേക്ക് ഒന്ന് കയറാൻ. ഈ തട്ടിപ്പ് പരിപാടിയും കൊണ്ട് ഇവിടെ നടക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു വാശിയാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇവിടെ തവണ കേട്ടതായിട്ട് എനിക്ക് തോന്നുന്നു. സത്യമാണ് അല്ലെ ചന്ദ്രമാഷെ? ഇതിനെ എതിർക്കണമെങ്കിൽ കൃത്യമായിട്ട് ഉപയോഗിച്ച് കയ്യിൽ കെട്ടി വെള്ളം കുടിച്ച് നിങ്ങൾ പറയുന്നതിന്റെ ഇരട്ടി ഉപയോഗിച്ച് ഇതിന് ഒരു റിസൾട്ടും ഇല്ലെങ്കിൽ അദ്ദേഹം സമൂഹ മധ്യത്തിൽ ഇതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചൊരു മനസ്സുമായിട്ടാണ് യഥാർത്ഥ ഒരു വെല്ലുവിളിയോടെയാണ് ഇത് ഏറ്റെടുത്തത്. പക്ഷേ ഇതൊരു പ്രകൃതി ശക്തിയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. മാഗ്നറ്റിസം എന്ന് പറയുന്നത് അൺസീൻ പവറാണ്. ദൈവത്തെ നമ്മൾ ആരും കാണാറില്ല, പക്ഷെ ദൈവിക ശക്തി നമ്മൾ അനുഭവിച്ചവരാണ് അല്ലെ. അതുപോലുള്ള അത്ഭുതകരമായ റിസൾട്ട് ഈ പ്രകൃതി ശക്തി വെല്ലുവിളിയുമായിട്ട് വന്ന ആളുകളെ അദ്ദേഹത്തിന് കൊടുത്തപ്പോ അദ്ദേഹത്തിന് മാത്രമല്ല കൊടുത്തത്, ആ കുട്ടിയിലേക്കും കൂടെ ചെരിഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് രോഗികൾക്ക് മാത്രമല്ല, ഇത് ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഉപയോഗിക്കേണ്ട ഒരു അത്ഭുതകരമായ ഒരു പ്രൊഡക്റ്റാണിത് എന്നാണ് ആദ്യം മനസ്സിലാക്കുന്നത്. എത്രയോ കുട്ടികൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഏതോ ഒരു മേഡം പറഞ്ഞു അവരുടെ കുട്ടിയുടെ മകൻ കാലിന് ഇതായത്. നിരവധി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഇതുപോലെ വന്ന് പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അത് പറയാനുള്ള സന്മനസ് കാണിച്ച നമ്മുടെ നിളമോൾ ബയോട്ടോറിയത്തിന്റെ നിലയായിട്ട് ഈ ലോകം മുഴുവൻ പ്രസരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സുപ്രഭാതത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത്. നില കേരളത്തിലാണെങ്കിൽ നിള ബയോട്ടോറിയത്തിന്റെ നിലയായിട്ട് ലോകം മുഴുവൻ അവർക്ക് ആ കുട്ടിക്ക് പ്രസരിക്കാൻ വേണ്ടി കഴിയട്ടെ. അതിന് കഴിയും, ഒരു സംശയം. ഓക്കെ, ഞാൻ നിർത്തുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ സുപ്രഭാതം ധന്യമാക്കി തീർത്ത നിളമോൾക്ക് ഈ ഭൂമിയിലേക്ക് ജന്മം നൽകിയ നമ്മുടെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി, പുരുഷോത്തമൻ സാറിനും അമ്മയുടെ പേരറിയില്ല, അവർക്കും ഇനി അമ്മയും കൂടെ ഒരു ദിവസം ഈ കട്ടനിലേക്ക് വരണം ചന്ദ്രമാഷെ. അവർക്കും റിസൾട്ട് ഉണ്ടാവും. അവരെയും കൂടെ ഈ രംഗത്തേക്ക് ഒന്ന് കൊണ്ടുവരിക. ആ കുടുംബത്തെ ഒന്നാകെ നമുക്ക് പരിചയപ്പെടാനും. ഇതൊരു മാതൃകയാണ്. ഇതൊരു നിളയിലോ ഒരു പുരുഷോത്തമനിലോ അവസാനിക്കുന്നതല്ല, ഇതൊരു തുടക്കമാണ്. ഇവിടെ ഇതുപോലെ നല്ല റിസൾട്ട് ഉണ്ട് സാർ. അതാണ്. അപ്പൊ ഞായറാഴ്ച റിസൾട്ട് ഷെയറിംഗ് ആണ്. അപ്പൊ ഞായറാഴ്ച ദിവസം അവരും പ്രോഗ്രാമിൽ പങ്കെടുക്കട്ടെ. ഇത് നിളയിൽ നിന്ന് തുടങ്ങുന്നേ ഉള്ളൂ, മനസ്സിലായ? ഇതൊരു മഹാസമുദ്രമായിട്ട് ജനകോടികളുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ബയോട്ടോറിയത്തിന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതിനുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ദൈവാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്.